റീകോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജിക്ക് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇവൻറ്റുകൾ, സീക്വൻസുകൾ, പ്രൊസീജിയറുകളുണ്ട് ഒരു റീകോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജിയിൽ. സോ റീകോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജിയിലെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഐസൊലേഷൻ ഓഫ് ഡി എൻ എ. നമുക്ക് ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിൽ നിന്ന് ഡി എൻ എയിൽ നിന്ന് ഡി എൻ എനെ ഐസൊലേറ്റ് ചെയ്യുക. അതൊരു പക്ഷേ ബാക്ടീരിയ ആവാം, പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസം ആവാം, അതൊരു പക്ഷേ പ്ലാന്റ് ആവാം, എനിമൽ ആവാം, ഏത് തന്നെ ആയിക്കോട്ടെ ആ ഓർഗാനിസത്തിൽ നിന്ന് ഡി എൻ എനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ ഐസൊലേഷൻ ഓഫ് ഡി എൻ എ. അതിനുശേഷം ഐസൊലേറ്റ് ചെയ്ത ഡി എൻ എനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡി എൻ എ കിട്ടുന്നു. സോ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഡി എൻ എ ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. സോ ഡി എൻ എനെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൽ നിന്ന്, വെദർ ഇറ്റ് ഈസ് ബാക്ടീരിയ, പ്ലാന്റ് ഓർ എനിമൽ, ഏത് ഓർഗാനിസത്തിൽ നിന്നും ഡി എൻ എനെ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം ആ ഹോൾ ഡി എൻ എനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡി എൻ എ കിട്ടുന്നു. ആ ഫ്രാഗ്മെൻറ്റ്സുകൾ, ആ കുറേ ഫ്രാഗ്മെൻറ്റ്സുകൾ കിട്ടും. നമ്മൾ പറഞ്ഞിരുന്നു അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഏത് ഫ്രാഗ്മെൻ്റ് ആണോ വേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഐസൊലേഷൻ ഓഫ് എ ഡിസൈർഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുക. പിന്നീടുള്ള സ്റ്റെപ്പ്, നമ്മൾ ഇങ്ങനെ എടുത്ത ആ ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെക്ടറുമായിട്ട് യോജിപ്പിക്കുന്നു. സോ ലൈഗേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് ഇൻ ടു എ വെക്ടർ. പിന്നീട് ആ റീകോമ്പിനൻ്റ് ഡി എൻ എ, സോ ആ വെക്ടറും ഡി എൻ എ ഫ്രാഗ്മെൻറ്റും കൂടുമ്പോൾ അതെന്തായി, റീകോമ്പിനൻ്റ് ഡി എൻ എ ആയിട്ട് മാറി. സോ അതിനെ ട്രാൻസ്ഫറിങ് ദ റീകോമ്പിനൻ്റ് ഡി എൻ എ ഇൻ ടു ഹോസ്റ്റ്. ഇങ്ങനെ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റും വെക്ടറുമായിട്ട് കൂട്ടിച്ചേർത്ത റീകോമ്പിനൻ്റ് ഡി എൻ എനെ നമുക്ക് ആവശ്യമുള്ള ഒരു ഹോസ്റ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതും എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. കോമ്പിറ്റൻ്റ് ആക്കി വെക്ടർ മീഡിയേറ്റഡ് ആയിട്ടും വെക്ടർ ലെസ്സും ആയിട്ടും നമ്മൾ വെക്ടർ ഇല്ലാതെയും നമ്മൾ ഈ ജീനുകളെ അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് ഡി എൻ എ ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം ചെയ്യുന്നതാണ് കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽ ഇൻ എ മീഡിയം. ഇങ്ങനെ ആ ഹോസ്റ്റ് സെല്ലിലേക്ക് നമ്മൾ കൊടുത്ത റീകോമ്പിനൻ്റ് ഡി എൻ എ നമ്മൾ കൾച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരുപാട് കോപ്പീസ് നമുക്ക് ആവശ്യമാണ്. സോ കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽസ് ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ, സ്മോൾ സ്കെയിലിൽ, ലാർജ് സ്കെയിലിൽ ഈ കൊടുത്ത റീകോമ്പിനൻ്റ് ഡി എൻ എനെ നമ്മൾ ഹോസ്റ്റ് സെല്ലിൽ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു അറ്റ് ലാർജർ സ്കെയിൽ. ആൻഡ് അതിൽ നിന്ന് എക്സ്ട്രാക്ഷൻ ഓഫ് ദ ഡിസൈർഡ് പ്രോഡക്റ്റ്. അങ്ങനെ കൾച്ചർ ചെയ്ത സെല്ലിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നു. അതൊരു പക്ഷേ വാക്സിൻ ആവാം, ആൻറ്റിബയോട്ടിക്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് കെമിക്കൽസ് ആവാം, എന്ത് ടൈപ്പ് എൻസൈംസ് ആവാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ ഒരു ഡിസൈറബിൾ പ്രോഡക്റ്റ് നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ റീകോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജിയിൽ വരുന്നത്. ആദ്യം നമ്മൾ ഓർഗാനിസത്തിൽ നിന്ന് കംപ്ലീറ്റ് ഡി എൻ എനെ ഐസൊലേറ്റ് ചെയ്യുന്നു. ആ ഐസൊലേറ്റ് ചെയ്ത ഡി എൻ എനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡി എൻ എയുടെ ഫ്രാഗ്മെൻറ്റുകൾ കിട്ടുന്നു. ആ ഫ്രാഗ്മെൻറ്റുകളിൽ നിന്ന് നമുക്കാവശ്യമുള്ള ഡിസൈഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അങ്ങനെ കിട്ടിയ ആ ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ നമുക്കാവശ്യമുള്ള ഒരു ക്ലോണിംഗ് വെക്ടറുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നു. ലൈഗേഷൻ, ഡി എൻ എ ലൈഗേസിൻ്റെ സഹായത്തോടു കൂടി അങ്ങനെ അതൊരു റീകോമ്പിനൻ്റ് ഡി എൻ എ ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള റീകോമ്പിനൻ്റ് ഡി എൻ എനെ നമ്മൾ ട്രാൻസ്ഫർ ഇൻ ടു ഹോസ്റ്റ്. ഈ റീകോമ്പിനൻ്റ് ഡി എൻ എനെ നമ്മൾ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ത്രൂ ഡിഫറെൻറ്റ് മെത്തേഡ്. അങ്ങനെ ആ ഹോസ്റ്റ് സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൊടുത്ത റീകോമ്പിനൻ്റ് ഡി എൻ എ ഹോസ്റ്റ് സെല്ലിൽ മൾട്ടിപ്ലൈ ചെയ്ത് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മീഡിയം. സോ കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽസ് ഇൻ എ മീഡിയം അറ്റ് ലാർജർ സ്കെയിൽ. ആൻഡ് ആ മീഡിയത്തിൽ നിന്ന്, ആ സെല്ലിൽ നിന്ന്, മീഡിയത്തിൽ വളരുന്ന ആ സെല്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ആയിട്ടുള്ള ആ പ്രോഡക്റ്റ് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നു. ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സുകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ എവിടെ നടക്കുന്നത്, റീകോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജിയിൽ നടക്കുന്നത്. ഇതിൽ 1 by 1 കുറച്ച് സ്റ്റെപ്പുകൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.